நினைப்பவன் முதலாளி உலகில் மற்றவன் தொழிலாளி വിധിയെ നിனைப்பവൻ ഹലോ அதை வென்று முடிப்பவன் அறிவாളി. അതൊക്കെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു രജിസ്ട്രേഷൻ കഴിഞ്ഞിരുന്നു. അപ്പം അതിൻ്റെ കുറച്ച് തിരക്കിലായിപ്പോയി. നിങ്ങളൊരു കാര്യം ചെയ്യ്, 2 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഒന്ന് വിളിക്ക്. ചിലപ്പോൾ ഒന്ന് അടുത്ത ആഴ്ച ദുബായിലേക്ക് പോകും. നമ്മുടെ ഷോപ്പിൻ്റെ ഇനാഗ്രേഷൻ്റെ ഒരു പരിപാടിയൊക്കെ ആയിട്ട് കുറച്ച് തിരക്കില്ല. ഒരു കാര്യം ചെയ്യ്, വൈകുന്നേരം ഇവിടെ വന്നിട്ട് ഒരു 3 ലക്ഷം റുപ്യ ഇവിടെ നിന്ന് വാങ്ങിക്കും നിങ്ങൾ. ഓക്കെ, പിന്നെ വൈകുന്നേരം വന്നാൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് പോകരുത് കേട്ടോ. നല്ല അവല് പൊരിച്ചതു പിന്നെ ചെമ്മീൻ ബിരിയാണിയൊക്കെ ഉണ്ട്. അല്ല, ഇതിലിപ്പോൾ എന്താ കൺഫ്യൂഷൻ ഉള്ളത്? സിയെ എൻ്റെ സ്വന്തം ആളാ, ഞാൻ വിളിച്ചറിയുന്നുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ, വേറെന്താ? ആയിക്കോട്ടെ ആയിക്കോട്ടെ, വൈകുന്നേരം എന്തായാലും എന്നെ ഒന്ന് വിളിക്ക്. ആയിക്കോട്ടെ, ഞാനൊരു 3 ലക്ഷം റുപ്യ റെഡിയാക്കി വെക്കാം. ആയിക്കോട്ടെ ആയിക്കോട്ടെ, ഓക്കെ ഓക്കെ ഓക്കെ, ശരി എന്നാ ഓക്കെ. 2 ആൾക്കാർ വന്നിട്ടുണ്ട് ഇവിടെ. ഓക്കെ ഓക്കെ, ശരി. എന്താണ് വിശേഷിച്ച് 2 ആളും? ഞാള് നമ്മളെ പഞ്ചായത്ത് കിടന്നിട്ടുള്ള ബാലേട്ടല്ലേ മരിച്ചേ? നമ്മളെ ബാലേട്ടൻ. ഓക്കെ ഓക്കെ. ഇപ്പുറം മോക്ക് നല്ലൊരു ആലോചന നമ്മളെ നാട്ടുകാരെല്ലാം കൂടിയിട്ടാണ് അത് കഴിച്ചു വിട്ടത്. ബാലേട്ടൻ നമ്മളെ നാടിന് വേണ്ടി ഒരാളായിരുന്നു. തീർച്ചയായിട്ടും ബാലേട്ടനെ പറ്റി നമുക്ക് ഒരുപാട് അറിയുന്നല്ലേ. നാട്ടിന് വേണ്ടിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തതാണ്. ഞാള് എല്ലാരും പറഞ്ഞു ഞാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഞാളാരും ഇതുവരെക്കും ഇങ്ങനത്തെ ഒരു കാര്യത്തിൽ വന്നിട്ടില്ല. ഒരു ബാലേട്ടന്റെ മോളെ കാര്യമാണ്. ഇതെല്ലാം നല്ല കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നല്ലോ. ഒരു കുട്ടിക്ക് കല്യാണത്തിന്റെ ആവശ്യമല്ലേ, നല്ല കാര്യം ചെയ്യുന്നല്ലോ. അതെ 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 അതെ, സംഭവം എല്ലാം നല്ല കാര്യം തന്നെയാ. നിങ്ങൾക്ക് അറിയാലോ, ഞാൻ ഭയങ്കര തിരക്കുള്ളൊരു മനുഷ്യനാണ്. എനിക്കിപ്പം ദുബായിലൊരു 32 ഷോപ്പുണ്ട്, പിന്നെ അബുദാബിയിലൊരു 12 ഷോപ്പ് വേറെ ഉണ്ട്. വേറെ 8ാമത്തെ ഷോപ്പ് തുറക്കാൻ പോവാന്ന്. കുവൈത്തിൽ വേറെ ഉണ്ട്, അറിയാലേ. പിന്നെ ഷാർജയിലുണ്ട് ഒരു 200 കാർ വരെ. ഉണ്ട് അറിയാലേ. അപ്പൊ അതിന്റെ കുറച്ച് തിരക്കും കാര്യങ്ങളിലാണ് ഉള്ളത്. ഇതെല്ലാം എന്റെ അടുത്ത് ഉണ്ട്, പക്ഷെ എന്റെ അടുത്ത് ഒരു കാര്യം മാത്രം ഇല്ല. എന്താ? സഹായിക്കാനുള്ള മനസ്സില്ല. അതാണ്. അതൊക്കെ ശരിയാണ്. പക്ഷെ ഞാനെന്തെങ്കിലും ഒന്നും പ്രതീക്ഷിക്കണ്ട. ഞാനെന്താക്കണം? നിങ്ങൾ പോടുകതല്ലേ നല്ലത്. പോട്, കണ്ടല്ലേ ഒരുപാട് സന്തോഷം. നാസറേ, നമ്മളെ MLA മോന്റെ പുരേക്കൂടലാണ് വൈകുന്നേരം. അപ്പൊ എന്റെ ഭാഗം ഒരു 3 AC ഞാൻ എടുത്തിക്കണേ. കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ ആസ്തിയില്ല. എന്താ വലിയ കാറും ബംഗ്ലാവും കോടിക്കണക്കിന് ഉറുപ്പ്യന്റെ ഇയാൾക്ക് കൊടുത്തിട്ടുണ്ടാ. ദൈവം ഇയാൾക്ക് നല്ലൊരു മനസ്സ് കൊടുത്തിട്ടുണ്ട്. ഈ മനസ്സ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അതൊരു ഭയങ്കര സംഭവം തന്നെയാണ്.